എല്ലാവർക്കും ദേവീസ് കറി വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു വെറൈറ്റിയും ഈസി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. നമ്മൾ വീട്ടിലുള്ള ചേരുവകൾ വെച്ച് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. പ്രത്യേകിച്ച് കറിയുടെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കി നോക്കാം. ഇതിനു വേണ്ടി ഞാൻ 1.5 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മൈദയിലും ഇത് ഉണ്ടാക്കാം, അല്ലെങ്കിൽ പകുതിയായിട്ടും ഗോതമ്പും മൈദയും എടുത്തിട്ടും ഉണ്ടാക്കാം. അപ്പോൾ ഞാനിവിടെ 1.5 കപ്പ് ഗോതമ്പ് പൊടിയിലേക്ക് ആവശ്യത്തിന് ഉപ്പും 2 ടീസ്പൂൺ വെളിച്ചെണ്ണയും ചേർത്ത് ഞാനിതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണയ്ക്ക് പകരം നിങ്ങൾക്ക് ഏത് ഓയിൽ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. എണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ ഡോ നല്ല സോഫ്റ്റായി കിട്ടുന്നതാണ്. ഇനി നമുക്ക് സാധാരണ ചപ്പാത്തിക്ക് കുഴക്കുന്ന പോലെ കുഴച്ചെടുക്കാം. ഞാനിവിടെ സാധാരണ വെള്ളം ഉപയോഗിച്ചിട്ടാണ് കേട്ടോ കുഴച്ചെടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇതവിടെ മാറ്റി വെക്കാം. ഇനി നമുക്ക് ഒരു മുട്ട ഒരു പാത്രത്തിലേക്ക് പൊട്ടിച്ചൊഴിക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഒരു സവോള കൊത്തിയരിഞ്ഞ് ചെറുതായിട്ടാണ് കേട്ടോ ഞാൻ അരിഞ്ഞെടുത്തിട്ടുള്ളത്. പിന്നെ അതേപോലെ തന്നെ ഒരു മീഡിയം സൈസ് തക്കാളിയും അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും 1/4 ടീസ്പൂൺ ചിക്കൻ മസാലയും ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഇതൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇപ്പോൾ നമ്മുടെ ഡോവൊക്കെ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് 2ആയി മുറിക്കണം. 2 ഭാഗമായിട്ട് ഇതാ ഞാനൊന്ന് കട്ട് ചെയ്ത് ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് രണ്ടും വേറെ ഒന്ന് പരത്തിയെടുക്കണം. ഈ പരത്തുമ്പം അധികം നേരിയതായിട്ട് പരത്തിയെടുക്കണ്ട കേട്ടോ. നമ്മൾ കുറച്ചൊരു പൂരിക്കൊക്കെ പരത്തുന്നില്ലേ, ആ ഒരു രീതിക്കാണ് കേട്ടോ ഞാൻ പരത്തിയെടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഇത് രണ്ടും പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ ഏതെങ്കിലും ഒരു പാത്രത്തിൻ്റെ മൂടി വെച്ച് റൗണ്ടായിട്ടൊന്ന് ഇത് പ്രസ് ചെയ്ത് കൊടുക്കാം. ഏത് നിങ്ങൾക്ക് ഷേപ്പ് വേണോ അത് വെച്ചിട്ട് ചെയ്യാം കേട്ടോ. ഞാനിവിടെ ഒരു ടിഫിൻ ബോക്സിൻ്റെ മൂടിയാണ് എടുത്തിട്ടുള്ളത്. ഇത്രയും വലിപ്പം വേണ്ടെങ്കിൽ കുഞ്ഞ് ഏതെങ്കിലും മൂടി എടുത്താലും മതി കേട്ടോ. അപ്പോൾ നമുക്ക് എണ്ണത്തിന് കുറേ പലഹാരം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടില്ലേ, അത് ഞാനിതാ 2 സ്പൂണ് വീതം ഇട്ട് കൊടുക്കുന്നുണ്ട് എല്ലാത്തിലും. ഇനി നമ്മൾ നേരത്തെ വെച്ചിട്ടുള്ള ആ ചപ്പാത്തി ഉണ്ടല്ലോ, അത് ഇതിൻ്റെ മേലേക്ക് നന്നായിട്ടൊന്ന് വിരിച്ച് കൊടുത്ത് അത് സൈഡൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. അതിന് ശേഷം ഇതേപോലെ നമുക്ക് ആ മൂടി വെച്ച് റൗണ്ട് ഷേപ്പിലാക്കി എടുക്കണം. ഇപ്പോൾ ഇതിൻ്റെ അറ്റമൊക്കെ നന്നായി ഒട്ടിയിട്ട് തന്നെ വന്നിട്ടുണ്ട്. കാരണം നമ്മൾ ആ മൂടി വെച്ച് അമർത്തുകൊണ്ട് തന്നെ നന്നായി ഒട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ അധികം എണ്ണയൊന്നും ഒഴിച്ചിട്ടില്ല കേട്ടോ. ഡീപ്പ് ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് അത്രയൊന്നും എണ്ണ ഒഴിച്ചിട്ടില്ല. ഇനി ഇത് നമുക്ക് ഇതിലേക്ക് എണ്ണ കോരി ഒഴിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാം നന്നായി പൊങ്ങി വരും കേട്ടോ. പക്ഷേ ഇത് ഉള്ളിലുള്ള മുട്ടയൊക്കെ ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടി നമ്മൾ 2-3 പ്രാവശ്യം ഇത് തിരിച്ച് മറിച്ച് വിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. ഇതിൻ്റെ അകത്ത് ഫില്ലിങ്ങിനായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പൊട്ടറ്റോ വേവിച്ചതോ വേറെ വെജിറ്റബിൾസോ എന്തും ചേർത്ത് കൊടുക്കാം കേട്ടോ. കുട്ടികൾക്ക് ഇഷ്ടമുള്ള എന്തും ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇത് ഞാൻ ഉണ്ടായ മാവുണ്ടല്ലോ അതുകൂടി പരത്തി ചെറിയ ഒരു മൂടി വെച്ചിട്ടും ബാക്കി ഉള്ളത് എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതും കൂടി ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ കുട്ടികൾക്കൊന്നും വേറെ കറിയോ ഒന്നും ആവശ്യമില്ല. ഇതിൻ്റെ അകത്തുള്ള ആ ഫില്ലിങ് തന്നെ മതി കേട്ടോ നമുക്കിത് കഴിക്കാൻ വേണ്ടി. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടമായെന്ന് തോന്നുന്നു. ഇതിപ്പോൾ നല്ല സോഫ്റ്റുമാണ്, പക്ഷേ ക്രിസ്പിയാണ്. അതുപോലെയുള്ള ഒരു പലഹാരമാണ്. അപ്പോൾ ഇതൊരു വെറൈറ്റി പലഹാരമാണല്ലോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതിൻ്റെ അകത്ത് ആ ഫില്ലിങ്ങും കൂടി ഉണ്ട്. അപ്പോൾ എന്ത് ഫില്ലിങ് വേണമെങ്കിൽ നമുക്കിതിലേക്ക് നിറച്ച് കൊടുക്കാം. മുട്ടയ്ക്ക് പകരം നിങ്ങൾക്ക് ചിക്കൻ പൊരിച്ചിട്ടും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.